പലതരത്തിലുള്ള ചിന്തകൾ നമ്മളെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ടല്ലേ. ഉദാഹരണത്തിന് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പലതും നമ്മളെ അഫക്റ്റ് ചെയ്യും. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ചിന്തിച്ച് നമ്മുടെ സമാധാനം പോകുന്ന അവസ്ഥ പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലേ. എങ്ങനെ ഈ ചിന്തകളെ മാറ്റാം? കാരണം ഇത് ഭയങ്കര ഒരു ഓവർലോഡ് ആവുകയാണ്, എനിക്ക് ഭയങ്കര ബേർഡൻ ആവുകയാണ്, എനിക്ക് മടുത്തു ചിന്തിച്ച്, എനിക്ക് ചിന്തകളില്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ചിന്തകളെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതായത് CBT എന്ന് നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു ടെക്നിക്കാണ് ഈ ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിൽ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് കഴിഞ്ഞു പോയൊരു കാര്യത്തെപ്പറ്റി വല്ലാതെ ചിന്ത വരുന്നു, മനസ്സിൽ വളരെ ടെൻഷൻ നിറയുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ തെറാപ്പി സെഷൻസിൽ നമ്മൾ പറയുന്നത്, ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധ മാറ്റാനായിട്ട് നോക്കാം. ഈ മുറിയിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ വൈറ്റ് കളറിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് കാണുന്നുണ്ട്, നോക്കി പറയാമോ എന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് അവർ ശ്രദ്ധ മാറ്റിയിട്ട് ആ ഒബ്ജക്ട്സിലേക്കൊക്കെ നോക്കും, അതിൻ്റെ പേരുകളൊക്കെ പറയും. ഒരു മിനിറ്റ് അങ്ങനെ ശ്രദ്ധ മാറുന്നു. അതിനുശേഷം ഇപ്പം എങ്ങനെയാണ്, ടെൻഷൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവർ പറയും, ഇപ്പം ഞാൻ കംപ്ലീറ്റ് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി, ഞാനിപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കല്ലായിരുന്നോ, എനിക്കിപ്പോൾ അത് അറിയുന്നില്ല, മനസ്സിനൊരു ഭാരമായിട്ടൊന്നും ഇപ്പം അനുഭവപ്പെടുന്നില്ലെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഈ ചിന്ത വരുമ്പോൾ ഈ തെറപ്പി സെഷൻസ് നമ്മൾ പറയും, അതൊന്ന് റേറ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ എത്ര ശതമാനമാണ് ടെൻഷൻ അനുഭവപ്പെടുന്നതെന്ന് ചോദിക്കും. ഉദാഹരണത്തിന് അവർ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് 90% ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടെന്ന്. അതിനുശേഷം നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കും. ഉദാഹരണത്തിന് 100-ൽ നിന്ന് പുറകോട്ട് എണ്ണുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും, ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ പറയും ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു 50% പറയും. അതിനുശേഷം നമ്മൾ പറയും ചിലപ്പോൾ ബ്രീതിങ് എക്സസൈസ് കുറച്ച് നേരം ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതിനുശേഷം ആ ടെൻഷൻ കുറഞ്ഞ് പിന്നെ ചിലപ്പോൾ 20% പറയും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ പേര്, നിങ്ങളുടെ ഫുൾ നെയിം റിവേഴ്സ് ഓർഡറിൽ സ്പെല്ല് ചെയ്യാനായിട്ടായിരിക്കും ചിലപ്പോൾ ആക്ടിവിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ മനസ്സിലൊന്നുമില്ല, ഇപ്പോൾ അതെല്ലാം മാറി, ഇപ്പം ഞാൻ ശ്രദ്ധ മാറ്റിയോണ്ട് എല്ലാം മാറി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചില സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. റിവേഴ്സ് കൗണ്ടിങ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നോക്കാം. നമുക്ക് നേച്ചറിനെ ഇഷ്ടമാണെങ്കിൽ ആ നേച്ചറിൽ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ അതിലേക്കൊക്കെ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാഴ്ചകളിലേക്ക്, ഒരു ഗാർഡനിലേക്ക് നമ്മൾ പോകുന്നു, അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ടെൻഷൻ വല്ലാതെ മനസ്സിൽ നിറയുമ്പോൾ ഒന്ന് നടക്കാനായിട്ട് പോവാം. അങ്ങനെ നമ്മൾ അതിന് ഏത് ആക്ടിവിറ്റിയിലേക്കാണ് ശ്രദ്ധ മാറ്റിയത് അതിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധ മാറുന്നതായിട്ടും സമാധാനം ലഭിക്കുന്നതായിട്ടും അറിയാൻ പറ്റും. ഇതൊരു പ്രാവശ്യം ചെയ്തുകൊണ്ട് മാറില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴൊക്കെ ചിന്തകൾ വരുന്നോ അപ്പോഴൊക്കെ ചെയ്യാനായിട്ട് ആദ്യത്തെ ഒരു 1-2 ആഴ്ച നമ്മൾ നന്നായിട്ട് ശ്രമിച്ചു നോക്കണം. പതുക്കെ നമുക്ക് ആ ചിന്തകൾ ഒരു പ്രശ്നമല്ല എന്നുള്ള രീതി മാറും. കാരണം ഈ ചിന്തകളൊക്കെ പലപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളോ വരാൻ പോകുന്നതോ ആയിരിക്കും. നമുക്ക് യാതൊരുവിധ കൺട്രോളും ഇപ്പോൾ ആലോചിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ചില കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന്, ഞാൻ മരിച്ചു പോകുമോ, എനിക്ക് എന്തെങ്കിലും രോഗം വരുമോ, അല്ലെങ്കിൽ പണ്ട് എന്നെ ഒരാളിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്കിപ്പോൾ ജീവിതത്തിലൊന്നും ചെയ്യാൻ പറ്റാതാകുമോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും നമ്മളെ അലട്ടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഡിസ്ട്രാക്ഷൻ ചെയ്ത് മനസ്സിനെ കുറച്ചുകൂടെ സമാധാനത്തിലാക്കാൻ ഇത് നമുക്ക് ശ്രമിക്കാം.